പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം വെറുമൊരു വീഞ്ഞ് വർദ്ധിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് ദൈവികമായ കരുതലിൻ്റെയും ഇടപെടലിൻ്റെയും വലിയൊരു അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ശൂന്യതകളെയും സമൃദ്ധിയാക്കി മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് വലിയ മാതൃകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നു എന്ന് തോന്നുമ്പോഴും മറിയത്തെ പോലെ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ നാം പഠിക്കണം. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന മറിയത്തിൻ്റെ നിർദ്ദേശമുള്ള വാക്ക് ഏതൊരു വിശ്വാസിയുടെയും വിജയ മന്ത്രമാണ്. ജീവിതത്തിൻ്റെ സാധാരണ നിമിഷങ്ങളിൽ ഈശോയെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ വിരുന്നുകളും അനുഗ്രഹീതമായി തീരും. വിശ്വാസവും അനുസരണവും ഒത്തുചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന് കാനായിലെ സംഭവം വ്യക്തമാക്കുന്നു. വെള്ളം വീഞ്ഞായി മാറണമെങ്കിൽ വേലക്കാർ കൽപ്പനകൾ അനുസരിക്കണമായിരുന്നു. അതുപോലെ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ മാറാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങ് അത്യാവശ്യമാണ്. കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഏറ്റവും നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തുവെച്ച വിരുന്ന് നായകനെ പോലെ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള നന്മകളാണ്. ലോകം നൽകുന്ന സന്തോഷം പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ ഈശോ നൽകുന്ന കൃപ അളവറ്റതും നിലനിൽക്കുന്നതുമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ഒരിക്കലും കുറവുകൾ ഉണ്ടാവില്ലെന്നും അവിടുന്ന് നൽകുന്ന സന്തോഷം പരിപൂർണമാണെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ആമേൻ.